ഗ്ലോറി ഫാം ഹൗസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശരിക്കും ഒരു പാവം കുട്ടിയാ. പക്ഷെ ചെടികളുടെ കാര്യത്തിൽ മാത്രം ഞാനൊരു ഭീകരജീവിയായിരുന്നു. ഞാൻ തൊട്ടാലുടനെ അവയെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോകും. മണ്ണിലിട്ട് വളർത്താൻ നോക്കിയപ്പോഴൊക്കെ വീട് മുഴുവൻ ചെളിയായി. ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും, ചിലപ്പോൾ കുറഞ്ഞുപോകും. എല്ലാം കൂടെ ഒരാകപ്പാടെയുള്ള പുകിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ മാന്ത്രിക കണ്ണാടി പാത്രങ്ങളെക്കുറിച്ച് കേട്ടത്. മണ്ണില്ലാതെ വെറും വെള്ളത്തിൽ ചെടികൾ വളർത്താം. മണ്ണില്ല, ചെളിയില്ല, ആകെ വേണ്ടത് വൃത്തിയുള്ള കുറച്ച് വെള്ളം മാത്രം. ആ ഗ്ലാസ് കുപ്പികളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ എന്ത് രസാണെന്നോ കാണാൻ. ഒരു ചെറിയ കഷ്ണം ചെടി മുറിച്ചെടുത്തു. ആ തണ്ടിന്റെ ചെറിയൊരു മുട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കണം, അത്രമാത്രം. ആദ്യത്തെ കുറച്ചു ദിവസം ഒന്നും നടന്നില്ല. പക്ഷെ പിന്നെ പതുക്കെ പതുക്കെ വെളുത്ത നൂലുകൾ പോലെ പുതിയ വേരുകൾ മുളച്ചു വന്നു. ശരിക്കും അത്ഭുതം തന്നെ. ഇപ്പോൾ നോക്കൂ, എത്ര വൃത്തിയായാണ് ഇവ വളരുന്നത്. കാണാൻ എന്ത് ചന്തമാണല്ലേ. ഓരോ വേരുകളും ഓരോ കുഞ്ഞു ജീവൻ പോലെ. എന്റെ ജനലരികിൽ ഇപ്പോൾ പലതരം കുപ്പികളുണ്ട്. പല രൂപത്തിലുള്ള ഇലകളും വേരുകളും. അവയിലൂടെ വെളിച്ചം വരുമ്പോൾ മുറി മുഴുവൻ തിളങ്ങും. ഇപ്പോൾ എന്റെ ഈ കൊച്ചുമുറി ഒരു കുട്ടി വനം പോലെയായി. മണി പ്ലാന്റും മോൺസ്റ്ററയുമെല്ലാം എന്റെ ഗ്ലാസ് കുപ്പികളിൽ ചിരിച്ചു നിൽക്കുകയാണ്. നിങ്ങളും ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് അതിൽ ചെടികളെ വളർത്തി നോക്കൂ. നിങ്ങളുടെ ചെടികൾ നിങ്ങളോട് നന്ദി പറയും, തീർച്ച. ഒരു പ്ലാസ്റ്റിക് കള്ളിച്ചെടി പോലും തന്റെ നോട്ടം കൊണ്ട് ഉണക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ആർഥർ. അവന്റെ സഹോദരി ആ പുതിയ ചെടി കൈമാറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇതിനെയെങ്കിലും കൊല്ലരുത് ആർട്ടി, ഇവൻ എന്തിനേയും അതിജീവിക്കുന്നവനാണ്. തുടക്കത്തിൽ ആർത്തർ ആ സ്പൈഡർ ചെടിയെ വീടിന്റെ ഒരു ഇരുണ്ട മൂലയിൽ വെച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പച്ചപ്പ് മാറി ഇലകൾ വിളറി വെളുക്കാൻ തുടങ്ങി. പിന്നെ അവൻ അതിനെ ബാൽക്കണിയിലെ കത്തുന്ന വെയിലത്തേക്ക് മാറ്റി. അവിടെ വെച്ച് വെയിലിന്റെ ചൂടേറ്റ് ഇലകളുടെ അറ്റമെല്ലാം കരിഞ്ഞു ചുരുണ്ടുപോയി. ഒടുവിൽ അവൻ ആ സത്യം മനസ്സിലാക്കി. നേരിട്ട് വെയിലടിക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള ജനാലയ്ക്കരികിൽ അവനതിനെ വെച്ചു. ചെടി പതുക്കെ ശ്വാസം വിട്ടു. പക്ഷേ സ്നേഹം കൂടിയ ആർഥർ എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിച്ചു. ചട്ടിയിലെ മണ്ണ് ഒരു കുളമായി മാറി. ചെടിയുടെ ചുവട്ടിൽ നിന്ന് ചീഞ്ഞ മണം വരാൻ തുടങ്ങി. അവൻ തന്റെ രീതി മാറ്റി. മണ്ണിന്റെ മുകൾ ഭാഗം ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അടുത്ത തവണ വെള്ളമൊഴിച്ചു. ചട്ടിയിലെ അധികമുള്ള വെള്ളം വാർന്നു പോകുന്നുണ്ടെന്നും അവൻ ഉറപ്പാക്കി. വസന്തകാലമായപ്പോഴേക്കും ആ ചെടിയിൽ നിന്ന് നീളമുള്ള തണ്ടുകൾ പുറത്തേക്ക് വന്നു. അതിൽ ചെറിയ വെളുത്ത പൂക്കളും മനോഹരമായ കുഞ്ഞു സ്പൈഡർ പ്ലാന്റുകളും വിരിഞ്ഞു. ആ കുഞ്ഞുങ്ങളെ മുറിച്ചെടുത്ത് പുതിയ കുപ്പികളിൽ നട്ടുവളർത്തുമ്പോൾ ആർഥർ തിരിച്ചറിഞ്ഞു, താനിപ്പോൾ ഒരു ചെടി കൊലപാതകിയല്ല, പുതിയ ജീവൻ നൽകുന്ന ഒരു പരിപാലകനാണ്. തിരുവല്ലയിലെ പച്ചപ്പും കുളിർമയുമുള്ള ഒരു ചെറിയ ഗ്രാമം. ഇവിടെയാണ് നമ്മുടെ അപ്പു താമസിക്കുന്നത്. കുസൃതിയും കൗതുകവുമുള്ള അപ്പുവിന് തന്റെ വീടിന് പിന്നിലെ ഈ കൊച്ചു പച്ചക്കറിത്തോട്ടം ജീവനായിരുന്നു. പക്ഷേ കുറച്ചു ദിവസങ്ങളായി അപ്പുവിന്റെ മനസ്സിൽ സങ്കടമാണ്. അവൻ ഏറെ സ്നേഹത്തോടെ വളർത്തിയ തക്കാടിച്ചെടികൾ വാടി തളർന്നു നിൽക്കുന്നു. കൂടാതെ അവയിലുണ്ടാകുന്ന പൂക്കൾ വിരിയാതെ കുഴിഞ്ഞു വീഴുന്നു. അതേസമയം തൊട്ടപ്പുറത്ത് തന്റെ മുത്തച്ഛൻ വളർത്തുന്ന ചെടികളൊക്കെയും ആരെയും കുതിപ്പിക്കുന്ന രീതിയിൽ നന്നായി വളരുന്നുമുണ്ട്. അപ്പുവിന്റെ സങ്കടം കണ്ട് രാജുമുത്തച്ഛൻ അടുത്തു വന്നു. എന്താ അപ്പു ഒരു വിഷമം? നിന്റെ ചെടികൾക്കൊരു ഉഷാറില്ലല്ലോ എന്നദ്ദേഹം തിരക്കി. മുത്തച്ഛൻ ആ മാന്ത്രിക കൂട്ടു പറഞ്ഞുകൊടുത്തു. അപ്പു, ചെടികൾക്കും നമ്മളെപ്പോലെ തന്നെ ഹെൽത്തി ഡ്രിങ്ക്സ് വേണം. നീ കടലപ്പിണ്ണാക്ക് സ്ലറി പരീക്ഷിച്ചു നോക്കിയോ? പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പു ഉടനെ തന്നെ മുത്തച്ഛന് വാങ്ങിവെച്ചിരുന്ന കുറച്ച് കടലപ്പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിട്ടു. തന്റെ ചെടികളെ രക്ഷിക്കാനുള്ള ആദ്യ പടി അവൻ തുടങ്ങിക്കഴിഞ്ഞു. 3-4 ദിവസങ്ങൾ അപ്പു ക്ഷമയോടെ കാത്തിരുന്നു. ഇടയ്ക്കിടെ ആ മിശ്രിതം ഇളക്കിക്കൊടുത്തു. മിശ്രിതത്തിന്റെ നിറവും മണവും മാറാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ മനസ്സിലാക്കി, തന്റെ ചെടികളെ സന്തോഷിപ്പിക്കാനുള്ള സ്ലറി തയ്യാറായി വരികയാണെന്ന്. അവൻ ആ സ്ലറി ലായനി 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചു. വൈകുന്നേരത്തെ ഇളം വെയിലിൽ ഓരോ ചെടിയുടെയും ചുവട്ടിൽ സ്നേഹത്തോടെ അതൊഴിച്ചുകൊടുത്തു. പിന്നീടവിടെ നടന്നത് ഒരത്ഭുതമായിരുന്നു.
വാടിക്കിടന്നിരുന്ന തക്കാളിച്ചെടികൾ തഴച്ചു വളർന്നു. ചെടികൾ നിറയെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞു. അവ പഴുത്തു തുടുത്ത ചുവന്ന തക്കാളികളായി മാറി. അപ്പുവിന്റെ തോട്ടം ആരെയും കൊതിപ്പിക്കുന്ന ഒരു തക്കാളിപ്പാടമായി മാറി. തന്റെ തക്കാളിച്ചെടികളിലുണ്ടായതിൽ നിന്നും ആദ്യത്തെ ചുവന്നു തുടുത്ത തക്കാളി പറിച്ച് മുത്തച്ഛന് നൽകുമ്പോൾ അപ്പുവിന്റെ മുഖത്ത് 1000 സൂര്യന്മാരുടെ തിളക്കമുണ്ടായിരുന്നു. സ്നേഹവും പരിചരണവുമുണ്ടെങ്കിൽ ഏതൊരു തോട്ടവും ഇതുപോലെ സുന്ദരമാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവും. ഡെൻഡ്രോബിയം ഓർക്കിഡുകൾ ഇഷ്ടമാണോ? പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു, ഇലകളും പോയ ഈ ചെടി ഇനി എന്തിനാണെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. എന്നാൽ ഈ മൂത്ത പഴയ ഒരു തണ്ടുമതി നമുക്ക് 100 കണക്കിന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ. പൂക്കളും ഇലകളും കൊഴിഞ്ഞുപോയ ഇത്തരം പഴയ മൂത്ത തണ്ടുകളെയാണ് നമ്മൾ പ്രൊപ്പഗേഷനായി ഉപയോഗിക്കുന്നത്. ഇവയെ നമുക്ക് നമ്മുടെ പ്രൊപ്പഗേഷൻ ഹീറോ എന്ന് വിളിക്കാം. ആദ്യം ഒരു മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് ഈ തണ്ടിനെ 3-4 ഇഞ്ച് നീളമുള്ള ചെറിയ കഷണങ്ങളായോ ഒറ്റത്തണ്ടായോ മുറിച്ചെടുക്കാം. ഓരോ കഷണത്തിലും കുറഞ്ഞത് 2 നോഡുകൾ അഥവാ മുട്ടുകളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ നിന്നാണ് പുതിയ മുളകൾ വരുന്നത്. മുറിച്ച ചെടിയുടെ ഭാഗങ്ങളിൽ ഫംഗസ് ബാധയുണ്ടാവാതിരിക്കാൻ അല്പം സാഫ് പുരട്ടുന്നത് നല്ലതാണ്. ഇതൊരു മികച്ച ഫംഗിസൈഡാണ്. തൈകൾ ഉണ്ടാക്കാനായി മുറിച്ചെടുത്ത തണ്ടിന്റെ ചുവട്ടിലും സാഫ് പുരട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇവ വളരാനായി ഒരു ട്രേയിൽ നനഞ്ഞ ചകിരി കഷണങ്ങൾ നിരത്തി അതിനു മുകളിൽ ഈ തണ്ടുകൾ വയ്ക്കാം. തണ്ടുകൾ പൂർണ്ണമായും ഉള്ളിലേക്ക് താഴ്ത്തി വയ്ക്കരുത്. അടിഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഹോളുകളുള്ള സുതാര്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ കുത്തിനാട്ടിവെച്ചും ഈ തണ്ടുകൾ മുളപ്പിക്കാൻ സാധിക്കും. നന്നായി വെളിച്ചവും കാറ്റുമുള്ള വെള്ളം നനയാത്തൊരു സ്ഥലത്ത് ഇത് സൂക്ഷിക്കുക. ദിവസവും അല്പം വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ മുട്ടുകളിൽ നിന്ന് ചെറിയ പച്ചമുളകൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ കിക്കി എന്ന് വിളിക്കുന്നത്. ചെറിയ വേരുകൾ വന്ന ശേഷം ഇവയെ പുതിയ ചട്ടികളിലേക്ക് മാറ്റി നടാം. അങ്ങനെ ലളിതമായി നമ്മൾ പുതിയ ഓർക്കിഡ് ചെടികൾ തയ്യാറാക്കി കഴിഞ്ഞു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഗാർഡനിംഗ് ടിപ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹാപ്പി ഗാർഡനിംഗ്!